സോ നമ്മൾ അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് കടക്കുവാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ അധ്യായമായിട്ടുള്ള അമീൻസ് ആ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ എപ്പിസോഡ് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്, പിന്നെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാകും എന്നതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പോയിൻ്റ് ആക്കി തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബേസിക് ക്യാരക്ടർ എന്ന ആദ്യത്തെ മുതൽ ഒന്ന് തുടങ്ങി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് എപ്പിസോഡ് 2 വീഡിയോയിലും ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അങ്ങനെ മൊത്തം 3 വീഡിയോസാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് തരുന്നത്. ഓരോന്ന് വ്യക്തമായി കണ്ട ശേഷം നോട്ടൊപ്പം എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അമീൻസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. സോ നമുക്കതിലേക്ക് കടക്കാം. ഒന്നാമത്തെ മെത്തേഡ് പ്രിപ്പറേഷൻ ഓഫ് അമീൻസിൽ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഓർ ബെൻസൈൽ ഹാലൈഡ്. ആ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അമോണോളിസിസ് എന്നാണ് പറയുക. അമോണോളിസിസ് എന്നാണ് പറയുക. അതിൻ്റെ പ്രൊനൗൺസിയേഷനും അങ്ങനെ തന്നെയാണ്. അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഓർ ബെൻസൈൽ ഹാലൈഡ്. ഒരു ആൽക്കൈൽ ഹാലൈഡിനെ അല്ലെങ്കിൽ ഒരു ബെൻസൈൽ ഹാലൈഡിനെ ഈ പറഞ്ഞതുപോലെ അമോണോളിസിസ് എന്ന പ്രോസസ്സിലൂടെ നടത്തി നമുക്ക് അതിൽ നിന്ന് അമീൻസ് പ്രിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേര് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അമോണോളിസിസ് എന്നാണ് അതിൻ്റെ പേര്, അമോണോളിസിസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും RX എന്ന് എടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ RX എന്ന് എടുത്തിട്ടുള്ളത് കാണാൻ സാധിക്കും. ഈ RX എന്നുള്ളത് ആൽക്കൈൽ ഹാലൈഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ RX എന്നുള്ളത് നിങ്ങൾക്ക് എക്സിൻ്റെ സ്ഥാനത്ത് RCl കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ X എന്നുള്ളത് ഹാലജൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കനുസരിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഹാലജനായിട്ടുള്ള Cl അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ RCl എന്ന് എടുത്തെന്ന് മാത്രമല്ല, അപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം, അത്രയേ ഉള്ളൂ. ഞാനതിന് ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് RX എന്ന് മാത്രമേ ഉള്ളൂ. ഈ Clൻ്റെ സ്ഥാനത്ത് ഞാൻ X എന്ന് ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ RX അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് NH3 ഈ റിയാക്ഷനിൽ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അമോണിയയുമായിട്ടാണ് ഈ റിയാക്ഷനിൽ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിയാക്ഷനെ അമോണോളിസിസ് എന്ന പേര് ലഭിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ NH3 ഈ റിയാക്ഷനിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് കൊണ്ടാണ് അമോണോളിസിസ് എന്നൊരു പേര് ഈ റിയാക്ഷന് ലഭിക്കുന്നതിനുള്ള കാരണവും. അപ്പോൾ ഇത്തരത്തിൽ അമോണിയമായിട്ട് ഏകദേശം 373 കെൽവിൻ ടെമ്പറേച്ചർ റിയാക്ഷൻ നടക്കുകയാണ്. ഓക്കെ, ആ റിയാക്ഷൻ നടന്ന് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അവിടെ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ആ പ്രോഡക്റ്റിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ വിത്ത് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിവിടെ RX എന്നുള്ള ജനറൽ റെപ്രസെൻറ്റേഷനാണ് ഉപയോഗപ്പെടുത്തിയതെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ പോലെ എക്സിനെ അല്ലെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ Cl എടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്നുള്ളിടത്ത് കാണാം. RCl NH3 റിയാക്ഷൻ നടക്കുമ്പോൾ RNH2 + HCl, അതായത് ഇതിലെ RNH2 എന്ന് പറയുന്നത് പ്രൈമറി അമീനാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ് പ്രൈമറി അമീൻ എന്നുള്ളത്. അപ്പം നമുക്കവിടെ കിട്ടിയിട്ടുള്ളത് പ്രൈമറി അമീനാണ്. ഓക്കെ, പ്ലസ് HCl കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് റിയാക്ഷൻ വന്നത്? നിങ്ങൾ നോക്കൂ, ഈ RCl + NH3 നിന്ന് ഈ NH3 നിന്ന് ഒരച്ചും RClലെ Cl കൂടി ഇവ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് HCl ആയിട്ട് പോയത്. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ NH3ലെ Hഉം അതുപോലെ RClലെ Cl കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് HCl ആയിട്ട് എന്ത് ചെയ്തത്, അവ മാറിയത്. ബാക്കി അവശേഷിക്കുന്ന NH3 ഒരു H പോയാൽ ബാക്കി എന്താ വരുള്ളൂ, NH2 അല്ലേ. RClലെ Cl പോയാൽ R, ഈ Rഉം NH2 കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് RNH2 എന്നുള്ള ഇവിടെ പ്രൈമറി അമീൻ കിട്ടുന്നത്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഈ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ RNH2 അതായത് ഈ പ്രൈമറി അമീൻ
വീണ്ടും ഒരു ആൽക്കൈൽ ഹാലൈഡായിട്ട്, അതായത് RCl ആയിട്ട് തന്നെ വീണ്ടും നമ്മൾ റിയാക്ഷനിൽ ഏർപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വീണ്ടും ഇതേ പടി തന്നെ സംഭവിക്കുന്നു. എന്ത് ചെയ്യുന്നു? RnH2-വിൽ നിന്ന് ഒരച്ചും, ഓക്കെ, RnH2-വിൽ നിന്ന് ഒരച്ചും ആൽക്കൈൽ ഹാലൈഡ് RCl-ലെ Cl-ഉം കൂടി കമ്പൈൻ ചെയ്ത് എന്തായി മാറുന്നു? അത് HCl ആയിട്ട് പോകുന്നു. ഓക്കെ, ബാക്കി അവശേഷിക്കുന്ന RnH2-ലെ RNH-ഉം, അല്ല ഒരു H പോയല്ലോ, RNH-ഉം RCl-ലെ Cl പോയി കഴിഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്ന എന്താണ്? R അല്ലേ? ആറും കൂടി എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്യാണ്. അതായത് ഇവിടെ ഒരു R കാണാം, ഇവിടെയും ഒരു R കാണാം. അതായത് നമുക്കതിനെ R2 എന്ന് വിളിക്കാം അല്ലേ? അതായത് R2NH എന്നല്ലേ വരിക? ഈ R2NH ആണ് നമ്മുടെ സെക്കൻഡറി അമീൻ അല്ലേ? ഓക്കെ, RNH2 എന്ന് പറയുമ്പോൾ അത് പ്രൈമറി അമീനാണ്. ഇതിൽ നിന്ന് ഒരു H മാറി, അപ്പോൾ ഒരു H മാറുകയാണ്, ഒരു H അതിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ എന്താ വരിക? R2NH നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞത്? സെക്കൻഡറി അമീൻ. ഇനി ടെർഷ്യറി അമീൻ ആകുമ്പോഴോ R3Na, അതിലെ N-ഉമായിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? ഒരു ഹൈഡ്രജൻ ആറ്റം പോലും ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെർഷ്യറി അമീൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ കിട്ടിയിട്ടുള്ള സെക്കൻഡറി അമീൻ വീണ്ടും ഒരു ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടെർഷ്യറി അമീൻ കിട്ടുന്നു. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഈ ടെർഷ്യറി അമീനെ വീണ്ടും ഒരു ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ഷൻ നടത്തുക എന്നുണ്ടെങ്കിൽ അവസാനം നമുക്കൊരു ക്വാട്ടേണറി സോൾട്ടാണ് കിട്ടുക, ഒരു സോൾട്ടാണ് കിട്ടുക അവസാനം. ഓക്കെ, R4N+Cl- എന്നുള്ള ഒരു ക്വാട്ടേണറി സോൾട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രൈമറി അമീൻ കിട്ടുന്നു, പിന്നെ സെക്കൻഡറി അമീൻ കിട്ടുന്നു, പിന്നെ ടെർഷ്യറി അമീൻ കിട്ടുന്നു, പിന്നെ അതൊരു സോൾട്ടായിട്ടാണ് അവസാനം മാറുക. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഓർ ബെൻസൈൽ ഹാലൈഡ്, പ്രിപ്പറേഷൻ ഓഫ് അമീൻസിലെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട നെയ്മഡ് റിയാക്ഷൻ ആണിത്. നെയ്മഡ് റിയാക്ഷൻ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ മെത്തഡോട്ട് പോവുകയാണെങ്കിൽ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ്. നൈട്രോ കോമ്പൗണ്ട്സിനെ റിഡക്ഷൻ നടത്തി അതിൽ നിന്ന് അമീൻസിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അതാണ് ഈ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നമുക്ക് വായിക്കാം. അമീൻസ് ആർ ഫോംഡ് ബൈ റെഡ്യൂസിങ് നൈട്രോ കോമ്പൗണ്ട്സ്, അതായത് നൈട്രോ കോമ്പൗണ്ട്സിന് റിഡക്ഷൻ നടത്തുക യൂസിങ് H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഓർ പലേഡിയം, അല്ലെങ്കിൽ Fe+HCl ഓർ ടിൻ പ്ലസ് HCl, അതായത് Sn+HCl. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നൈട്രോ കോമ്പൗണ്ട്സിന് റിഡക്ഷൻ നടത്തിയിട്ട് നമുക്ക് എന്തുണ്ടാക്കാം എന്നാണ് പറയുന്നത്? അമീൻസ് ഉണ്ടാക്കാം. അപ്പം നല്ല റെഡ്യൂസിങ് ഏജൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? നിക്കൽ ഉപയോഗിക്കാം, പലേഡിയം ഉപയോഗിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ Fe+HCl ഉപയോഗിക്കാം. ഓക്കെ, അതും അല്ലാന്നുണ്ടെങ്കിൽ Na+HCl ഉപയോഗിക്കാം. ഇതൊക്കെ എന്താണ്? നല്ല റെഡ്യൂസിങ് ഏജൻസ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇവ ഉപയോഗിച്ചുകൊണ്ട് നൈട്രോ കോമ്പൗണ്ട്സിന് റിഡക്ഷൻ നടത്തിയിട്ടാണ് അമീൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു നൈട്രോ കോമ്പൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആണ് നൈട്രോബെൻസീൻ. നൈട്രോബെൻസീൻ എന്താ? C6H5NO2 അല്ലേ? ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ NO2 ഗ്രൂപ്പ് വരിക, ആണല്ലോ നൈട്രോബെൻസീൻ. അപ്പോൾ C6H5NO2. ഈ നൈട്രോബെൻസീനിൽ നമ്മൾ റിഡക്ഷൻ നടത്തുകയാണ്. നമ്മൾ പറഞ്ഞു റെഡ്യൂസിങ് നൈട്രോ കോമ്പൗണ്ട് ബൈ യൂസിങ് H2 ഇൻ പ്രസൻസ് ഓഫ് ഇതിൽ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ Fe+HCl ആണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? Fe+HCl മാത്രമല്ല, നമുക്ക് Na+HCl-ഉം ഉപയോഗപ്പെടുത്താം. അപ്പോൾ അങ്ങനെ റിഡക്ഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയോ? റിഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ റിഡക്ഷൻ ആകുമ്പോൾ തന്നെ ഇവയിൽ എന്ത് ചെയ്താൽ മതി? ഈ ഓക്സിജനെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതാണല്ലോ ഈ റിഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഓക്സിജൻ നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ റിമൂവ് ചെയ്യണം. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ആ ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ വരും. അപ്പോൾ C6H5NH2 എന്ന് വരും. എന്ത് വരും? NH2 എന്ന് വരും. പ്ലസ് 2H2 കൂടി കിട്ടും. അതായത് അവിടെ 6H ആണ് കൊടുത്തത്, അതിൽ H2 നമ്മുടെ ഓക്സിജൻ സ്ഥാനത്ത് കയറിയിരുന്നു. ബാക്കി 4 എന്തുണ്ട്? ഹൈഡ്രജൻസും ഉണ്ട്. ഓക്സിജൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ടറായിട്ട് മാറുകയാണ്. അങ്ങനെ അത് 2H2 ആയിട്ട് മാറുന്നത്. അതായത് 4 ഹൈഡ്രജൻ ബാക്കി വന്നതും പിന്നെ ഓക്സിജൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, 2 ഓക്സിജൻ അല്ലേ?
അതുകൊണ്ട് തന്നെയാണ് അവിടെ 2H2 എന്നുള്ളത്, അതായത് വാട്ടർ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യപ്പെടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി മൂന്നാമത്തേത് റിഡക്ഷൻ ഓഫ് സയനൈഡ് ഓർ നൈട്രൈൽസ്, ഐസോസയനൈഡ്സ് ആൻഡ് അമൈഡ്സ്. അതായത് ഇവയൊക്കെ തന്നെ റിഡക്ഷൻ നടത്തി നമുക്ക് എന്തുണ്ടാക്കാം, അമീൻസ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. Cyanides or nitriles and amides or reduction with lithium aluminum hydride or with H2 in presence of catalyst give primary amines. അവിടെ നമുക്ക് സയനൈഡിനെ മീഥൈൽ സയനൈഡ് ആണ് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത്. CH3CN, മീഥൈൽ സയനൈഡ്, CN ഗ്രൂപ്പാണ് അല്ലേ. സോ സയനൈഡ് ആണ് CH3CN. ഓക്കെ, പ്ലസ് 2H2 ഞാൻ പറഞ്ഞു അവിടെ ഇൻ പ്രസൻസ് ഓഫ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, അതായത് LiAlH4, LiAlH4, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. അതിൻ്റെ പ്രസൻസിലാണ് നമ്മൾ സയനൈഡിന് എന്ത് നടത്തുന്നത്, റിഡക്ഷൻ നടത്തുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ CN ഉണ്ടല്ലോ, അതായത് ഈ CNൻ്റെ ഈ ഭാഗത്തും എന്തു വരും, H2 വരും. ഓക്കെ, നോക്കൂ, CH3 CH2 പിന്നെ N കഴിഞ്ഞിട്ടും H2. സോ CH3 CH2 CH2. ഓക്കെ, എന്താ പ്രോഡക്റ്റ്, ഈഥേൻ അമീനാണ്, പ്രൈമറി അമീനാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, പ്രൈമറി അമീനാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഈ രണ്ട് പ്രോഡക്റ്റും സെയിം തന്നെയാണ് കേട്ടോ, രണ്ട് റിയാക്ഷൻ പ്രോഡക്റ്റ് സെയിം തന്നെയാണ്. എന്താ കിട്ടുന്നത്, പ്രൈമറി അമീനാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് മീഥൈൽ സയനൈഡ്, അതായത് മീഥൈൽ സയനൈഡ് എന്നല്ല, ഒരു സയനൈഡിനെ ഇപ്പോൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഒക്കെ ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, പ്രൈമറി അമീനാണ് കിട്ടിയത്. ഓക്കെ, അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, CNൻ്റെ ഈ ഭാഗത്തും Nൻ്റെ ഈ ഭാഗത്തുമായിട്ട് H2 വരും, അതായത് CH3 CH2 NH2. ഓക്കെ, രണ്ടാമത്തെ അസറ്റമൈഡ് ആണ്, അതായത് അമൈഡിനെ റിഡക്ഷൻ നടത്തി. അവിടെ എന്താണ് ഉപയോഗിച്ചത്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് തന്നെ. അപ്പോൾ അസറ്റമൈഡ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ആണ് അല്ലേ. അപ്പോൾ അസറ്റമൈഡിൽ നടക്കുന്നത് എന്താണ്, ഈ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, CH3 അതുപോലെ തന്നെ, പിന്നെ ഓക്സിജൻ റിമൂവ് ചെയ്ത് അവിടെ എന്തായി മാറി, H2, പിന്നെ NH2 അതേപോലെ തന്നെ. അതായത് അവിടെ ഓക്സിജനെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അങ്ങനെ CH3 CH2 NH2. അപ്പോഴും കിട്ടിയത് എന്ത് തന്നെയാണ്, പ്രൈമറി അമീൻ തന്നെയാണ്. ഇനി മൂന്നാമത്തേത് മീഥൈൽ ഐസോസയനേറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ NC ആണ്, ഇവിടെ CN ആണ്. CN ആണ് എന്തെന്ന് പറഞ്ഞത്, സയനൈഡ് എന്ന് പറയുന്നത്. NC പറഞ്ഞ എന്താണ്, ഐസോസയനൈഡ് ആണ്. അത് പ്രത്യേകം ഓർത്തു വെക്കണം, ഇനി അങ്ങോട്ടേക്കും വരുന്നുണ്ട്. CN എന്ന് പറയുമ്പോഴാണ് സയനൈഡ്, NC എന്ന് പറയുമ്പോൾ ഐസോസയനൈഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ CH3CN എന്ന് പറയുമ്പോൾ അത് മീഥൈൽ സയനൈഡ് ആണ്. ഇനി അതല്ല, CH3NC എന്ന് പറയുമ്പോൾ അത് മീഥൈൽ ഐസോസയനൈഡ് ആണ്. അപ്പം അങ്ങനെയുള്ള മീഥൈൽ ഐസോസയനൈഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെയും ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൻ്റെ പ്രസൻസിലൊക്കെ റിഡക്ഷൻ നടത്തുന്നു. റിഡക്ഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കൂ, CH3 NH-CH3 ആണ്. നേരത്തെ പറഞ്ഞ പോലെ എന്നല്ല, ശ്രദ്ധിക്കൂ, CH3 NH-NH3 ആണ്. ഡൈമീഥൈൽ അമീനാണ് കിട്ടുന്നത്. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ഇവിടെ മീഥൈൽ അമീൻ കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, പ്രൈമറി അമീനാ. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്, രണ്ടും സെയിം ആയിട്ടൊന്നും തോന്നരുത്. അതെന്തായിരുന്നു, മീഥൈൽ സയനൈഡ് ആയിരുന്നു. ഇതെന്തായിരുന്നു, മീഥൈൽ ഐസോസയനൈഡ് ആണ്. രണ്ടിലും കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, വ്യത്യസ്തമാണ്. ഒന്നിൽ പ്രൈമറി അമീൻസ് ആണെന്നുണ്ടെങ്കിൽ അടുത്തതിൽ കിട്ടുന്നത് സെക്കൻഡറി അമീനാണ്. അപ്പം അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഓക്കെ, അടുത്തത് ഓഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. ശ്രദ്ധിക്കൂ, ആസിഡ് അമൈഡ്സ് ഓൺ reaction with bromine in presence of alkali give primary amine. This is also called Hofmann bromamide reaction or Hofmann bromamide degradation. ഇവിടെ നോക്കൂ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ സിമ്പിളായി ഞാൻ പറയാം. ഒരു അസറ്റമൈഡ്, അതായത് CH3CO NH2, ഇതാണല്ലോ അസറ്റമൈഡ് എന്ന് പറയുന്നത്. ഇത് Br ബ്രോമിനുമായിട്ട് റിയാക്ഷൻ നടക്കുകയാണ്, Br2. ഇനി പ്രസൻസ് ഓഫ് ആൽക്കലി, ഇവിടെ 4NaOH ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 343 കെൽവിൻ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ കിട്ടുന്നത് മീഥൈൽ അമീനാണ് കിട്ടുന്നത്. പിന്നെ ഒരു വലിയ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വലിയ നിര തന്നെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് കിട്ടുക, ഇത് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യുന്നവർക്ക് ബൈഹാർട്ട് ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ്
വരുന്നത് എന്ന് നമുക്ക് കാര്യമായ രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ബൈഹാർട്ട് ചെയ്യുന്നവർക്ക് ബൈഹാർട്ട് ചെയ്യും, പക്ഷെ അതല്ല അതിൻ്റെ ശരിയായ രീതി. നമുക്കിത് എങ്ങനെയാണ് വന്നത് എന്ന് കാര്യമായ രീതിയിൽ എന്ത് ചെയ്യണം, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കാം. ഞാൻ അതിൻ്റെ ഒരു മെക്കാനിസം പോലെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കുമ്പോൾ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുകയാണ്. നോക്കൂ, ഇതാണ് നമ്മുടെ അസറ്റമൈഡ് എന്ന് പറയുന്നത് അല്ലേ. CH3CONH2. നേരത്തെ അതിനെ CH3CONH2 എന്ന് എഴുതിയെന്ന് മാത്രം. ഞാനതിനെ എക്സ്പാൻഡ് ചെയ്ത് ഓനെ ബോണ്ടിങ് ഒക്കെ വെച്ച് കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അസറ്റമൈഡ് CH3CONH2. ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രോമിൻ ആഡ് ചെയ്തിട്ടുണ്ട്, Br2. ഓക്കെ, അത് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടാവും. പിന്നെ അതിലേക്ക് 4NaOH ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4NaOH ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതായത് 4NaOH, വീണ്ടും 4NaOH, പിന്നെ വീണ്ടും 2 NaOH, അങ്ങനെ മൊത്തം 4NaOH. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഈ NaOHൽ ഈ 2 Na ഉണ്ടല്ലോ, ഈ 2 Na വരയ്ക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കണം. നോട്ട്ബുക്കിലൂടെ എഴുതിയെടുക്കുമ്പോൾ മനസ്സിലാക്കണം. ഈ 2 Na, ഈ 2 Br അല്ലേ, Br2 ഉണ്ട്. Br ഒരെണ്ണാണുള്ളതല്ല, Br2 ആണ്. അപ്പോൾ Br2വും ഈ 2 Na കൂടി ചേർന്ന് 2NaBr ആയിട്ട് മാറും. 2NaBr ആയിട്ട് മാറും. അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് സൈഡിലെ ഒന്നാമത്തെ, അല്ലെങ്കിൽ ഉള്ളതിൽ പ്രോഡക്റ്റ് സൈഡിൽ ഉള്ളതിലെ ഒരു കോമ്പൗണ്ടായിട്ട് മാറുന്ന ഈ 2NaBr എന്നുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മനസ്സിലായി? പ്രോഡക്റ്റ് സൈഡ് ഉള്ളതിൽ പ്രൊഡക്റ്റ് സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ അവിടെ ഒരു വലിയ നിര തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു പ്രൊഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നതിൽ. അതിലത്തെ ഒരാൾ ഇങ്ങനെ വന്നുള്ളതാണ്. എന്താണ്? ഈ Br2വും അതുപോലെ ഈ 2 Na കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് 2NaBr. അതായത് 2 Na പിന്നെ 2 Br, അങ്ങനെയാണ് 2NaBr വന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ NaO, അപ്പം ഈ ഒരു 2 NaOH എടുക്കുക, 2ൽ നിന്നും 2 Na വീതം പോയി അല്ലേ, 2 Na വീതം പോയിട്ട് അതിൽ ഇനി ബാക്കി അതിലുള്ള ഈ 2ലുള്ള OH ഉണ്ടല്ലോ, ഈ 2ലുള്ള OH, ആ 2ലുള്ള OH താഴെ കിടക്കുന്ന, താഴെ ഇനി 2 NaOHകളില്ലേ, താഴെ ഇനി എന്തുണ്ട്, 2 NaOHകളുണ്ട്. അതായത് ഈ NaOHന് ഈ NaOHനെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ താഴെ ഇനി 2 NaOH ഉണ്ട്. ആ NaOHൽ ഈ മുകളിലുള്ള NaOHൽ ബാക്കി ഇനി എന്താ ഉള്ളത്, 2 OHകളാണ്. അവ എന്ത് ചെയ്യും, ഈ 2 Hമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഈ 2 Hമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അതായത് മുകളിലെ 2 OH ഇപ്പോൾ ഇവിടെ എടുക്കുക എന്നുണ്ടെങ്കിൽ 2 H, അങ്ങനെ മൊത്തം 1 2 3 4 Hഉം 2 Oയും, 4 Hഉം 2 Oയും അല്ലേ. 4 H ഉണ്ട്, 2 O ഉണ്ട്. ഈ 4 Hഉം 2 Oയും ആണ് 2H2O അല്ലേ. 2H2O എന്ന് പറയുമ്പോൾ 2 × 2 4. അത് 4 H 2 O എന്ന് പറയുമ്പോൾ 2H2O. ആ 2 ഫ്രണ്ടിൽ കിടക്കുന്ന 2 ആർക്ക് ബാധകമാണ്, ഓക്സിജന്റെ ബാധകമാണ്. അപ്പോൾ 2H2O എന്ന് പറയുമ്പോൾ 4 Hഉം ആ 2 Oയും കൂടി ചേർന്ന് 2H2 ആയിട്ട് അവ എന്ത് ചെയ്യുന്നു, പോകുന്നു. അതാണ് NaBr പോലെ ഉണ്ടായ അടുത്ത ആളാണ് 2H2O. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇത് രണ്ടും വെട്ടുന്നുണ്ട്. ഇതിലത്തെല്ലാം പോയി, ഇതിലത്തെ നിന്ന് ആദ്യം സോഡിയം ആദ്യമേ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ OH പോയി, പിന്നെ ഇവയിൽ നിന്ന് Hഉം പോയി. അപ്പോൾ അതും ഞാൻ വെട്ടി കളയുന്നുണ്ട്. ബാക്കി എന്താ അവശേഷിക്കുന്നത്? ഇതിലും ഇതും പരിശോധിച്ച രണ്ടിലുമായിട്ട് NaO വീണ്ടും NaO ഉണ്ട്, 2 NaO വീതം ഉണ്ട്. പിന്നെ ഇവയിൽ എന്തുണ്ട്, COയും കൂടിയുണ്ട്. അപ്പം എന്ത് ചെയ്യും, ഇവ എന്ത് ചെയ്യും, മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യും. അതായത് 2 Na നമുക്ക് Na2 എന്ന് വിളിക്കാം അല്ലെ. 2 Na എന്ന് പറയുമ്പോൾ നമുക്ക് Na2 എന്ന് വിളിക്കാം. ഓക്സിജൻ അവിടെ, അല്ലെങ്കിൽ കാർബൺ എത്രയുണ്ട്, ഒരെണ്ണം ഉണ്ട് അല്ല, ഇതിൽ കാർബൺ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ Na2C എന്ന് വിളിക്കാം. ഇനി ഈ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, ഡബിൾ ബോണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഓക്സിജനാണ്. ഈ NaOയിലെ 2 NaOയിൽ ഓരോ ഓക്സിജൻ വീതം, അങ്ങനെ Na2CO3. ഓക്കെ, അതായത് NaO അതിലുള്ള 2 ഓക്സിജനും CO ബോണ്ടിങ്ങിലുള്ള ഒരു ഓക്സിജനും, അങ്ങനെ മൊത്തം 3 ഓക്സിജൻ 2 Na 1 കാർബൺ. അങ്ങനെയാണ് Na2CO3 കിട്ടിയത്.
ഇപ്പോൾ എങ്ങനെയാണ് Na2CO3 കിട്ടിയത്, എങ്ങനെയാണ് 2NaBr വന്നത്, എങ്ങനെയാണ് 2H2O വന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ പ്രൊഡക്റ്റ് ഏതാണ്? മീഥൈലമീൻ. മീഥൈലമീൻ നമുക്ക് കിട്ടിയത് അല്ലേ? പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് ആദ്യം കിട്ടിയത് മെയിൻ പ്രൊഡക്റ്റ് എന്താ? മീഥൈലമീൻ. അതാണ് നമുക്ക് ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? പ്രൈമറി അമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രൈമറി അമീൻ എങ്ങനെ കിട്ടി? ബാക്കിയുള്ള ഈ CH3യും NH2യും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ മീഥൈലമീൻ, അതായത് ഇവിടുത്തെ പ്രൈമറി അമീൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഇനി ഇതിൽ പറയുന്ന പോലെ ഈ ഓഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനെ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ എന്ന് പറയാറുണ്ട്. അതായത് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്, ഇവിടെ അസറ്റാമൈഡിൽ CH3CO NH2 ആയിരുന്നു, കിട്ടുമ്പോൾ അത് CH3NH2 ആയിട്ട് മാറി. അതായത് അവിടെ ആ CO ഗ്രൂപ്പിന് അവിടെ ഡീഗ്രഡേഷൻ സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ ഓഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ, ഒരു നാശം എന്നൊക്കെ പറയില്ലേ, ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് ഗബ്രിയേൽസ് താലമൈഡ് സിന്തസിസ്. ഇതും അടുത്ത വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ഇതും ഒരു നെയ്മഡ് റിയാക്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ അത്യാവശ്യം വെയിറ്റേജിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും. താലിമൈഡ് ഈസ് ഫസ്റ്റ് ട്രീറ്റഡ് വിത്ത് എത്തനോളിക് KOH to form potassium thalamide. This is on treating with an alkyl or benzyl halide followed by hydrolysis give pure primary amine. ഇതാണ് ആ റിയാക്ഷൻ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതല്ല റിയാക്ഷൻ. ആ റിയാക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇപ്പോൾ നോക്കൂ, ഇവിടെ താലിമൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താലിമൈഡ് ഈസ് ഫസ്റ്റ് ട്രീറ്റഡ് വിത്ത് എത്തനോളിക് KOH. അപ്പോൾ താലിമൈഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. ഒരു താലിമൈഡിനെ എടുത്ത്, കാരണം ആൽഡിഹൈഡ്സ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് താലിമൈഡിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ അത് പറഞ്ഞു തരുവാണ്, കാരണം ഇനി ആ സമയം വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഏതായാലും വീഡിയോ തയ്യാറാക്കുവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് താലിമൈഡ് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത്. ഇനി ആ സമയം ഡൗട്ട് ഉണ്ടാവരുത്, ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് റിയാക്ഷനോട് കടന്നാൽ മതി. താലിമൈഡ് ശേഷം എന്ത് സംഭവിക്കുന്നു, പക്ഷെ താലിമൈഡ് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ താലിമൈഡിനെയാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള റിയാക്ഷനൊക്കെ നടത്തിയിട്ട് നമുക്ക് അമീൻ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ താലിമൈഡ് എങ്ങനെയാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ റിയാക്ഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. സോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതാണ് താലിക് ആസിഡ്. അപ്പോൾ താലിമൈഡ് എങ്ങനെ ഉണ്ടാവുക നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു താലിക് ആസിഡ് എടുത്തു. താലിക് ആസിഡ് സ്ട്രക്ചർ എന്താണ്? ബെൻസീൻ റിങ്ങിൻ്റെ മുകളിലെ COOH, പിന്നെയും ഒരു COOH ഗ്രൂപ്പാണ്. അതിലേക്ക് ഞാൻ 2NH3 ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 2NH3 ഞാൻ മെക്കാനിസം മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ഒന്ന് വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. 2NH3 2NH3 ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2NH3 ആയിട്ട് ഇങ്ങനെ വേർതിരിച്ച് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അതായത് ഈ ഓരോ NH2-വിൽ നിന്നും ഓരോ NH3-യിൽ നിന്നും ഓരോ ഹൈഡ്രജൻസ് വീതം. പറഞ്ഞ് ക്ലിയർ ആയോ? ഓരോ NH3-യിൽ നിന്നും, ഇപ്പോൾ ഇതൊന്ന് ഇത് 2, അപ്പോൾ ഈ ഓരോ NH3-യിൽ നിന്നും ഓരോ ഹൈഡ്രജൻ ആറ്റം വീതം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഓരോ ഹൈഡ്രജൻ വീതം ഇങ്ങനെ പുറത്തേക്ക് വരും. ഓരോ NH3-യിൽ നിന്നും ഓരോ ഹൈഡ്രജൻ വീതം പുറത്തേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? അതും ഈ COOയിലെ OH അല്ലെ, 2 COOH ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ 2 എണ്ണത്തിൽ നിന്നും OHും ഈ 2 അമോണിയയിൽ നിന്നും Hും ഹൈഡ്രജനും പുറത്തേക്ക് വരും. അങ്ങനെ ഇവ H2 ആയിട്ട് പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ NH3-യിൽ ഒരു Hും ഈ OHും കൂടി കമ്പൈൻ ചെയ്ത് ഇത് H2 ആയിട്ട് മാറും. അതുപോലെ ഈ NH3-യിൽ ഒരു Hും ഈ OHും കൂടി കമ്പൈൻ ചെയ്ത് അത് H2 ആയിട്ട് മാറും. പറഞ്ഞ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ 2 NH3-ന്ന് ഓരോ H വീതം പോയി ബാക്കി എന്തേ ഉള്ളൂ? NH2 ഉള്ളൂ. ഈ COOH-ന്ന് 2-ൽ നിന്നും OH പോയ ബാക്കി CO മാത്രമേ ഉള്ളൂ. ഈ COയും NH2 കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ബാക്കി CONH2 CONH2. ഇനി ഇപ്പോൾ കിട്ടിയ ഈ പ്രോഡക്റ്റിനെ സ്ട്രോങ് റിഡക്ഷൻ നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് സംഭവിക്കുന്ന റിയാക്ഷൻ എന്താ നിങ്ങൾക്ക് ആദ്യം അറിയണം. അതായത് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല,
ഈ NH2O ഇതിലെ ഒരച്ചും, മനസ്സിലായോ? ഈ NH2O മുഴുവനായും പിന്നെ ഇതിലെ ഒരച്ചും, അതായത് താഴെ കിടക്കുന്ന CuNH2വിലെ ഒരച്ചും അവ കൂടി കമ്പൈൻ ചെയ്ത് NH3 ആയിട്ട് പോവും. പറഞ്ഞ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ NH2 മുഴുവനായിട്ടും പിന്നെ ഈ NH2വിൽ ഒരു എച്ചും, അതായത് NH2 പിന്നെ ഒരു എച്ചും കൂടി കമ്പൈൻ ചെയ്ത് NH3 ആയിട്ട് അവ പോവും. ഓക്കെ ബാക്കി ഇതിൽ ഇതിലത്തെ NH2 പൂർണ്ണമായി പോയ കാരണം കൊണ്ട് ബാക്കി ഇതിൽ CO ഉണ്ട്. ഇവിടെ ഒരു എച്ച് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഇതിൽ എന്തുണ്ടായിരിക്കും? CO ഉണ്ടായിരിക്കും, ഒരു NH ഉണ്ടായിരിക്കും. CO ഉണ്ടായിരിക്കും, ഒരു NH ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? CO ഉണ്ട്, അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? CO ഉണ്ട്, പിന്നെ ഒരു NH, അല്ലേ? അതാണ് ഈ കിടക്കുന്നത്. NH3 ആയിട്ട് പോയി. ഓക്കെ, അപ്പോൾ ബാക്കി പ്രൊഡക്റ്റ് ആണ് എന്ത്? നമ്മുടെ താലിമൈഡ് എന്ന് പറയുന്നത്. ഈ താലിമൈഡിനെയാണ് ഗബ്രിയേൽസ് താലിമൈഡ് സിന്തസിസിലൂടെ നടത്തി നമ്മൾ അമീൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ താലിമൈഡ് എങ്ങനെ ഉണ്ടായത്? ഈ കാണുന്ന താലിമൈഡ് ആണ് ഈ താലിമൈഡ്. ഈ താലിമൈഡ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. താലിക് ആസിഡിൽ നിന്നാണ് നമ്മൾ ഇത്രയും റിയാക്ഷൻ നടത്തി താലിക് ആസിഡ് ഒബ്റ്റെയിൻ ചെയ്തെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി താലിമൈഡിനെ നമുക്ക് റിയാക്ഷൻ നടത്തി കെമിക്കൽ റിയാക്ഷൻ നടത്തിപ്പിച്ച് നമുക്ക് അമീൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഇവിടെ വായിക്കാം. താലിമൈഡ്, അതായത് ഇങ്ങനെ കിട്ടിയ താലിമൈഡ് ഈസ് ഫസ്റ്റ് ട്രീറ്റഡ് വിത്ത് എത്തനോളിക് KOH. ആദ്യം എത്തനോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഒന്നാമത്തേത് ടു ഫോം പൊട്ടാസ്യം താലിമൈഡ്. അപ്പോൾ എത്തനോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പൊട്ടാസ്യം താലിമൈഡ് കിട്ടാൻ വേണ്ടി. ദിസ് ഓൺ ട്രീറ്റിംഗ് വിത്ത് ആൽക്കൈൽ ഓർ ബെൻസൈൽ ഹാലൈഡ്. അപ്പോൾ രണ്ടാമത്തെയാണ് ഇത് ആൽക്കൈലോ ബെൻസൈൽ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ച ശേഷം ഫോളോവഡ് ബൈ ഹൈഡ്രോളിസിസ്, പിന്നെ ഹൈഡ്രോളിസിസ് നടത്തിയ ശേഷം പ്യുവർ പ്രൈമറി അമീൻ കിട്ടുന്നു. അപ്പം നമ്മൾ താലിക് ആസിഡിൽ നിന്ന് ആദ്യം താലിമൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒബ്റ്റെയിൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന താലിമൈഡിനെ നമ്മൾ ആദ്യം ഒരു എത്തനോളിക് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഒരു പൊട്ടാസ്യം KOH എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, KOH ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പം നമുക്കൊരു പൊട്ടാസ്യം താലിമൈഡ് കിട്ടുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബെൻസൈൽ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഹൈഡ്രോളിസിസ് നടത്തിയിട്ട് പ്യുവർ അമീൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് റിയാക്ഷനോട് ഡയറക്റ്റ് പോവാം. ഞാൻ ഇതിൻ്റെ മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മെക്കാനിസം പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താലിമൈഡ്. നമ്മൾ താലിക് ആസിഡിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത് എടുത്തിട്ടുള്ള താലിമൈഡ്. ഇതിലേക്ക് ആൽക്കഹോളിക് KOH എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഫസ്റ്റ് പറഞ്ഞല്ലോ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആൽക്കഹോളിക് KOH ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയോ? എന്ത് സംഭവിക്കുന്നു? ഈ KOHലെ OHും അതുപോലെ തന്നെ NHലെ Hും കൂടി കമ്പൈൻ ചെയ്ത് H2 ആയി പോകുന്നു. ഓക്കെ, എന്താണ്? KOHലെ OHും ഇവിടെ കിടന്നിരുന്ന NHലെ Hും കൂടി കമ്പൈൻ ചെയ്ത് H2 ആയിട്ട് മാറുന്നു. വാട്ടർ ആയിട്ട് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ബാക്കി KOHലെ Kയും കിടക്കുന്നുണ്ട്, NHല് ബാക്കി Nഉം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും. അതായത് NK+, അതായത് എന്നിനോട് കൂടി K കമ്പൈൻ ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത് പറഞ്ഞ എന്താ? ഇതിലേക്ക് ഇതൊരു ആൽക്കൈൽ ഒരു ബെൻസൈൽ ഹാലൈഡ് ആയിട്ടോ ട്രീറ്റ് ചെയ്യിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ RX ആണ്. RXോ RClോ, അതായത് സിയുടെ എക്സിന്റെ സ്ഥാനത്ത് നിങ്ങൾ ClO അങ്ങനെ ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു ശേഷം എന്ത് ചെയ്യുന്നു? ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ RCl എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ RCl ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ NK എന്ന് പറഞ്ഞല്ലോ. ഫോർ എക്സാമ്പിൾ ഇവിടെ RCl ആണ് എടുത്തതെന്ന് വിചാരിക്കുക. RCl ആണ് എടുത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ Kയും Clഉം കൂടി ചേർന്ന് KCl ആയിട്ട് പോവും. മനസ്സിലായോ? ഞാനവിടെ Cl എടുത്ത കാരണം കൊണ്ടാണ് പറഞ്ഞത്. KOHലെ K ആണ് ഈ എടുക്കുന്ന NKയിലെ K. പിന്നെ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. RX എന്നാണ് ജനറലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിനാണല്ലോ കൊടുക്കാറുള്ളത്. RXന്റെ സ്ഥാനത്ത് RClO അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഒരു ആൽക്കൈൽ ഹാലൈഡ് നിങ്ങൾക്ക് എടുക്കാം. CH3ClO ഒരു ആൽക്കൈൽ ഹാലൈഡ് നിങ്ങൾക്ക് എടുക്കാം.
അങ്ങനെയാകുമ്പോൾ ഈ കെയും സി എല്ലും കൂടി പോകുമെന്ന് എന്തായിട്ട് പോവും? പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ ആയിട്ട് പോവും, KCl ആയിട്ട് പോവും. ബാക്കി എന്ത് ചെയ്യും? ഈ Nഉം Rഉം തമ്മിൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, Nഉം Rഉം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? Nഉം Rഉം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2NaOH ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം എന്ത് ചെയ്യുന്നു? അങ്ങനെ കിട്ടിയ പ്രോഡക്റ്റിലേക്ക് അവസാനിച്ചിട്ടില്ല. ശേഷം നമ്മൾ 2NaOH ആഡ് ചെയ്യുന്നുണ്ട്. ആ 2NaOH സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. അത് NaOH എന്നീ രണ്ടാക്കി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മെക്കാനിസം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കിട്ടിയ പ്രോഡക്റ്റിലോട്ട് നമ്മൾ 2NaOH ആഡ് ചെയ്യുന്നുണ്ട്. ഈ 2NaOH ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? NaOHൽ അവസാനത്തെ ഹൈഡ്രജൻസ് 2 NaOH എടുത്തു എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ അവസാനത്തെ ഈ ഹൈഡ്രജൻസ് മാത്രം ഇങ്ങനെ പോരും, NaOH ഇങ്ങോട്ട് പോരും. എന്നിട്ട് ഈ NRൽ Nയുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? NRൽ ഒരു N ഇങ്ങോട്ട് കയ്യിൽ കിട്ടി. NaOH നിന്ന് ഓരോന്നിലും 2 ഹൈഡ്രജൻ വീതം കിട്ടി. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? NR ആണ് അല്ലേ? NR ഉണ്ട് കേട്ടോ, സോറി, NR ഉണ്ട്. അപ്പോൾ ഇവിടെ NR ഉണ്ട്, പിന്നെ NaOHൽ രണ്ടിൽ നിന്നും ഓരോ ഹൈഡ്രജൻ H2 കിട്ടി. ഇതെല്ലാം കൂടി കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? NrH2. അതിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ, RNH2, സോറി, RNH2, ദാറ്റ് ഈസ് നമുക്ക് വേണ്ട പ്രൈമറി അമീൻ കിട്ടിക്കഴിഞ്ഞു. NaOH 2 NaOH നിന്നും അവസാനത്തെ H വീതം ഇങ്ങോട്ട് പോരും. 2 ഹൈഡ്രജൻ കിട്ടി നമുക്ക്. പിന്നെ എന്ത് ചെയ്തു? ഈ NRും കൂടി കമ്പൈൻ ചെയ്ത് RNH2, അതായത് പ്രൈമറി അമീൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് മേജർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പം നമുക്ക് വേണ്ട പ്രൈമറി അമീൻ, പ്യുവർ പ്രൈമറി അമീൻ നമുക്ക് കിട്ടല് കഴിഞ്ഞു മേജർ പ്രോഡക്റ്റ് ആയിട്ട്. ഓക്കെ, ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് എന്തൊക്കെയാ? ഇവിടെ ഒരു വരച്ചിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ബെൻസീൻ റിങ്ങിൽ ഈ താഴത്തെ ഓക്സിജൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവിടെ CO ആണ് വരിക കേട്ടോ. മുകളിലും CO തന്നെയാണ് വരിക, ഇവിടെയും CO തന്നെയാണ് വരേണ്ടത്. വരച്ചിലുള്ള മിസ്റ്റേക്കാണ്. സോ നിങ്ങളെ തിരുത്തി വരയ്ക്കുമെന്ന് കരുതുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി CO ഉണ്ട്, പിന്നെ CO ഉണ്ട്, പിന്നെ NaOHൽ ഹൈഡ്രജൻസ് മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി അവിടെ NaO ഉണ്ട്. അപ്പോൾ ഒരു CO അവിടെ ഉണ്ട്, ഒരു CO ഇവിടെ ഉണ്ട്, NaO അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് എന്താവും? നോക്കൂ, COONA, COON. ഇതിനെ സോഡിയം താലൈറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട മെയിൻ പ്രൊഡക്റ്റ് കിട്ടൽ കഴിഞ്ഞു. എന്താണ് നമുക്ക് ആവശ്യം? പ്രൈമറി അമീൻ. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗബ്രിയേൽസ് താലമൈഡ് സിന്തസിസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ചത് താലമൈഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം താലമൈഡിന് നമ്മൾ ആദ്യം ഒരു ആൽക്കഹോളിക് AOH ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു. അതിലേക്ക് ഒരു ആൽക്കൽ ഹാലൈഡ് ആഡ് ചെയ്യിപ്പിച്ചു. പിന്നീട് 2 NaOH ആഡ് ചെയ്തു. ശേഷം നമുക്ക് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൈമറി അമീൻ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അമീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വയ്ക്കുവാണ്. അമീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ കെമിക്കൽ റിയാക്ഷൻസ് കടന്നു വരുന്നുണ്ട്. അത് നിങ്ങളുടെ സെക്കൻഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും, എപ്പിസോഡ് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഇതിൽ തുടങ്ങി വെക്കുകയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആദ്യമായി പറയാനുള്ളത് ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ് ആണ്. ആദ്യം നമുക്ക് പറയാനുള്ളത് വേപ്പർ ഫേസിലുള്ള കണ്ടീഷനാണ്. ശ്രദ്ധിക്കണം, വേപ്പർ ഫേസിലുള്ള അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടറാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അമീൻസ് ആർ ബേസ് ആണ്. നമുക്കറിയാം അവ എന്താണ്? ബേസിക് ക്യാരക്ടർ ഉള്ളവയാണ്, ബേസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾക്ക് RNH2ൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാണാം. അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അമീൻസ് വേപ്പർ ഫേസിൽ മാത്രമല്ല അക്വസ് ഫേസിലും എന്ത് തന്നെയാണ്? ബേസിക് തന്നെയാണ്. അതിലേക്ക് ഞാൻ കടന്നു വരാം. ഇപ്പോൾ വേപ്പർ ഫേസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇവ ബേസിക് ക്യാരക്ടർ ഉള്ളവയാണെന്ന് പറയാം. ഇവിടെ നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ഈ 6 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ 6 കാണാൻ സാധിക്കുന്നുണ്ടാവും. 6 എന്നുള്ളത് ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടെ CH3 അങ്ങനെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നിങ്ങൾക്കത് അറിയുന്നുണ്ടാവും. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ എന്ത് ചെയ്യാണ്? ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നവരാണ്. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് അല്ലേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്.
അപ്പോൾ നമ്മൾ സാധാരണ ഈ RNH2നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. RNH2 ഇത് ഇങ്ങനെ ഒരു മാർക്ക് ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. അവ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അതായത് ഇവയിലേക്ക് എന്താണ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കൂടുമ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ, അതായത് NH2ലുള്ള ഇപ്പോൾ ഇവിടെയുള്ള ലോൺ പെയർ പോലെ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടുന്നതിന് കാരണമാവും. ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടി എന്ത് സംഭവിക്കും? അതിന് ബേസിക് ക്യാരക്ടറും കൂടും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ RNH2ലുള്ള ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ ബേസിറ്റിക്ക് കാരണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബേസിക് നേച്ചറിനെ അല്ലെങ്കിൽ ബേസിക് ക്യാരക്ടറിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അത് ഓൾറെഡി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അവ ഡൊണേറ്റ് ചെയ്യാൻ ടെൻഡൻസിയാണ് അവയ്ക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെയുള്ള ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലൗഡ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അതിന് ബേസിക് ക്യാരക്ടറും കൂടും. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ മൂന്നും കൊടുത്തിട്ടുണ്ട്. ഈ മൂന്നിലും എന്താണ്? പ്രൈമറി അമീനാണെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് 1 സെക്കൻഡറി അമീനാണെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു, ടെർഷ്യറി അമീനാണെങ്കിൽ 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്താണ്? അവയെല്ലാം തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ഉള്ളവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവയുടെ ബേസിക് ക്യാരക്ടറും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഏതിലാണോ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുതൽ വരുന്നത് അവയ്ക്കായിരിക്കും കൂടുതൽ ബേസിക് ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ ഇവിടെ ബേസിക് സ്ട്രെങ്ത് എടുക്കുക എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടെർഷ്യറിക്കായിരിക്കും, പിന്നെ സെക്കൻഡറിക്കായിരിക്കും, ഏറ്റവും കുറവ് പ്രൈമറിക്കായിരിക്കും. അതായത് ടെർഷ്യറി അമീൻസിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ സെക്കൻഡറി അമീൻസിനെ ആയിരിക്കും ഏറ്റവും കുറവ്, പ്രൈമറി അമീൻസിനെ ആയിരിക്കും. ഇത് വേപ്പർ ഫേസിലുള്ള കണ്ടീഷനാണ്. അക്വസ് ഫേസിലും ബേസിക് ക്യാരക്ടറിനെ കാരണം ഈ ലോൺ പെയറിൻ്റെ പ്രസൻസ് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല അവിടുത്തെ ഘടകങ്ങളായിട്ട് പറയുന്നത്. ഈ അക്വസ് ഫേസ് അവിടെ കുറച്ച് റൂൾസ് അല്ല, കുറച്ച് ഫാക്ടേഴ്സും കൂടി പറയുന്നുണ്ട്. സോൾവേഷൻ ഇഫക്റ്റ്, തൽക്കാലം ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി, ഡീപ്പായി നിങ്ങൾക്ക് പഠിക്കാനില്ല. സോൾവേഷൻ ഇഫക്റ്റ്, ഹൈഡ്രജൻ ബോണ്ടിങ്, സ്റ്റെറിക് ഫാക്ടർ, ഇലക്ട്രോണിക് ഫാക്ടർ തുടങ്ങിയവയെല്ലാം തന്നെ അക്വസ് ഫേസിൽ അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടറിന് കാരണമാകുന്ന മറ്റ് ഘടകങ്ങളാണ്. ലോൺ പെയർ ഘടകങ്ങളാണ്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് പ്രധാന ഘടകം. പ്ലസ് അത് കൂടാതെ ഇവയും എന്ത് തന്നെയാണ്? അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടറിനെ കാരണമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അത് ഓർത്തു വയ്ക്കണം. അപ്പോൾ ഈ അക്വസ് ഫേസിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ RNH2 എന്നാണ് എഴുതുക. RNH2 ഇതാണ് പ്രൈമറി അമീൻ എന്ന് പറയുന്നത്. ഇതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈൽ അമീനാവുന്ന കേസിൽ അതാണ് C2H5, C2H5 CH3CH2. ഓക്കെ, ഇതാണ് 2 C2, 3 2 5. C2H5നെയാണ് CH3CH2 എന്ന് പറയുന്നത്. അപ്പോൾ അതായത് അവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈഥൈൽ അമീൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ബേസിക് സ്ട്രെങ്ത് ഈ ഓർഡറിലായിരിക്കും. സെക്കൻഡറിക്കായിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ ടെർഷ്യറിക്ക് ഏറ്റവും കുറവ്, പ്രൈമറിക്ക്. അവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈൽ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് മീഥൈൽ അമീൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അവിടെയുള്ള ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ സെക്കൻഡറിക്കായിരിക്കും, പിന്നെ പ്രൈമറിക്കായിരിക്കും, ഏറ്റവും കുറവ് ടെർഷ്യറിക്കായിരിക്കും. അപ്പോൾ ഈ ഓർഡറും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, ഇതാണ് വേപ്പർ ഫേസിലും അക്വസ് ഫേസിലുള്ള അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നത്. ഇനിയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ്, കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അത് എപ്പിസോഡ് 2 വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എപ്പിസോഡ് 2 ഭാഗത്തിൽ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അടുത്ത ഭാഗം വരെ കൃത്യമായിട്ട് പഠിക്കുക.